ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈംഗിക അതിക്രമണം ആരോപിച്ച് വീഡിയോ ചിത്രീകരിച്ച് അത് സോഷ്യൽ മീഡിയയിലിട്ട് ഷിഞ്ചിത എന്ന സ്ത്രീ ചെയ്ത അപരാധം മൂലം മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ദീപക് എന്ന മനുഷ്യനെക്കുറിച്ച് ഒരാഴ്ചയായി ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ. വളരെയധികം തരംഗം സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു. അവരുടെ അമ്മയുടെ കണ്ണുനീര് കണ്ടു നിൽക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ആ സ്ത്രീയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടും അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നു. അവർ വിദേശത്തേക്ക് കടന്നെന്നുള്ള വാർത്തയാണ് പ്രചരിച്ചിരുന്നത്. ഇതിനിടയിൽ അവരെ എതിർത്തുകൊണ്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെ ഷിഞ്ചിത പിടിയിലായെന്നുള്ള സൂചനയാണ് ഇപ്പോൾ കിട്ടിയ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജാമ്യം പരിഗണിക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവരെപ്പോൾ പിടികിട്ടി എന്നുള്ളൊരു വാർത്ത അറിയാൻ സാധിച്ചത്. അവരുടെ വടകരയിലുള്ള അവരുടെ ബന്ധു വീട്ടിൽ നിന്ന് തന്നെ പിടിക്കാൻ സാധിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഇവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും പറയാനുള്ളത്. സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഇവരെ അധിക്ഷേപിച്ചിട്ടുള്ള വീഡിയോകളും പോസ്റ്റുകളും മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്തായാലും ഈ സ്ത്രീ ചെയ്തത് എന്തായാലും നല്ലൊരു അപരാധം തന്നെയാണ്. കാരണം ഇവർ കാരണം ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ കാരണം ഒരിക്കലും ഒരാൾ മരിക്കേണ്ട ഒരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ കേസിനേക്കാൾ കൂടുതൽ നമുക്ക് മരിക്കുന്നത് വരെ നമ്മളുടെ മനസ്സിന് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മനസാക്ഷിയുള്ളവർക്ക് മാത്രമേ വേദന ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് വേദനയൊന്നും ഉണ്ടാവില്ല. ഇതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവർക്ക് വേദനയൊന്നും ഉണ്ടായില്ല. എന്തായാലും ഇവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇവരെ ഒരിക്കലും വെറുതെ വിടരുത്. ഇങ്ങനെ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരാളുടെ മരണത്തിലേക്ക് വഴിവെക്കുന്ന ഒരു കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള അപരാധങ്ങൾ ചെയ്യുന്നതിന് ലിമിറ്റ് വരേണ്ട ഒരു കാലം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി എല്ലാ നിയമ നടപടികളും അവർക്കെതിരെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇങ്ങനെയുള്ള ആളുകളെ വെച്ച് ഉറപ്പിച്ചാൽ നമ്മുടെ സമൂഹത്തിന് വൻ വില കൊടുക്കേണ്ടി വരും. ഇനിയും ഇങ്ങനെയുള്ള ദീപക്കുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും. ഇനിയും ഇങ്ങനെയുള്ള ആളുകൾ മരണത്തിലേക്ക് വഴിവെക്കും. ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കരുത് ഇനിയുള്ള നടപടികൾ. അപ്പോൾ എന്തായാലും ദീപക്കിന് നീതി ലഭിക്കട്ടെ. കള്ളപ്രചരണങ്ങൾ നടക്കുന്ന വീഡിയോകൾ അവസാനിപ്പിക്കേണ്ട സമയം എന്നോ കഴിഞ്ഞു. ഇതിന് നല്ലൊരു ശിക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനിയും കൂടുതൽ തെറ്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആവർത്തിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യം ഇനി ആർക്കും വരാതിരിക്കട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.